നമസ്കാരം. നൊട്ടോറിയസ് ക്രിമിനൽസായ 3 പേരെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടം പോസ്റ്റ് ചെയ്ത കാര്യത്തിൽ ഒന്ന്, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ ആരാണ്? നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണുങ്ങാണ്ടി എന്ന് പറയുന്ന പിണറായി വിജയനാണ്. അദ്ദേഹം ലാവ്ലിൻ കേസിലെ മുഖ്യപ്രതിയായിരുന്നു. അതേപോലെ ടി ചന്ദ്രശേഖർ കൊലക്കേസിലെ യഥാർത്ഥ പ്രതിയാണ്. പ്രതിയായിട്ടും അദ്ദേഹം പ്രതിയായില്ല എന്നുള്ളത് വേറെ പ്രശ്നം. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്നു. പിന്നെ അദ്ദേഹം പിണറായി വിജയൻ്റെ സവിശേഷത എല്ലാ തട്ടിപ്പും ഇതേപോലെ ഭീകരമായ ക്രിമിനൽ കുറ്റങ്ങളെല്ലാം ചെയ്യും. ഒന്നിനും പെടില്ല. പെട്ട് കഴിഞ്ഞാലും രക്ഷപ്പെടാൻ എല്ലാ മാർഗങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ലാവ്ലിൻ കേസ് 2005 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. 1996-97 കാലഘട്ടത്തിലാണ് അഴിമതി നടത്തുന്നത്. 375 കോടി രൂപയുടെ അഴിമതിയാണ്. സ്വന്തം ഭാര്യേൻ്റെ പേരിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങിയിട്ടാണ് സിംഗപ്പൂരിലേക്ക് 75 കോടി രൂപ എസൻസി ലാവ്ലിൻ കമ്പനിയിൽ നിന്നും വഴി കനേഡിയൻ ഗവൺമെൻറ് ഫണ്ട് തട്ടിയെടുത്തത്. നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, തലശ്ശേരിയിലെ മലബാറിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കിട്ടേണ്ട ഫണ്ടാണ് പിണറായി വിജയൻ തട്ടിയെടുത്തത്. സ്ഥിരമായിട്ട് വിദേശത്തേക്ക് സിംഗപ്പൂരിലേക്കുള്ള യാത്രയായിരുന്നു കുടുംബസമേതം. പോകുമ്പം ചെന്നൈ വഴി പോകും. ആരെ കാണാനാണ്? ഫാരിസ് അബൂബക്കറിനെ കാണാനാണ്. ഫാരിസ് അബൂബക്കറിന് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് എന്തായിരുന്നു? കിഡ്നി തട്ടിപ്പ്, കിഡ്നി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തട്ടിപ്പ്. അവസാനം അവിടെ കേസൊക്കെ ആയപ്പോൾ മുങ്ങി കേരളത്തിൽ മടങ്ങി വന്നു. ഇപ്പോൾ അമേരിക്കയിലാണ്. പിണറായി വിജയൻ്റെ എല്ലാ തട്ടിപ്പുകളുടെയും സൂത്രധാരകൻ ഫാരിസ് അബൂബക്കറാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫാരിസ് അബൂബക്കർ വഴിയായിട്ടും അല്ലാതെയും ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ മേതെ വിദേശത്ത് പിണറായി വിജയന് സുരക്ഷിതമായിട്ടുള്ള കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യം ക്രൈം തന്നെയാണ് വെളിപ്പെടുത്തിയത്. അതിൽ 10,000 കോടി രൂപയുടെ ഡോക്യുമെൻറ്റ്സാണ് ക്രൈമിൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. 2021 ഡിസംബർ 1 ക്രൈമിൻ്റെ ഓഫീസിൽ നടന്ന കള്ളക്കേസ്, വീണ ജോർജിൻ്റെ പേരിലെടുത്ത കേസിൽ ആ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ പോലീസ് കടത്തിക്കൊണ്ടുപോയി. അതിന് വേണ്ടിയിട്ടായിരുന്നു കള്ളക്കേസ് എടുത്തത്. വീടും ഓഫീസും റെയ്ഡ് ചെയ്യുക, എന്നിട്ട് അരിച്ചു പെറുക്കുക, എന്നിട്ട് ഡോക്യുമെൻ്റ് കടത്തിക്കൊണ്ടുപോവുക. അങ്ങനെയായിരുന്നു അതിൻ്റെ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ എന്നോട് ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ നിരന്തരമായി വേട്ടയാടിയിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത്, പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരനാണ് എന്നുള്ള കാര്യം തന്നെയാണ്. എവിടെ നിന്നാണ് 1 ലക്ഷം കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയത്? 1 ലക്ഷം കോടി ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ആരോഗ്യവകുപ്പിൽ നിന്നാണ്. ആരോഗ്യവകുപ്പിലേക്ക് മേടിച്ച കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ, അതേപോലെ എക്യുപ്മെൻറ്റ്സ്, ബിൽഡിങ്ങുകൾക്ക് ആവശ്യമില്ലാതെ കെട്ടിപ്പടുക്കുക. ഇതിലൂടെ കോൺട്രാക്ടർമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടും. അതേപോലെ മരുന്ന് വാങ്ങിയതിലൂടെ എന്ന് പറഞ്ഞാൽ പഴയ മരുന്ന് വാങ്ങി ബില്ലുകളെല്ലാം കത്തിച്ച് കളയുക, അതേപോലെ ആ മരുന്ന് കത്തിച്ച് കളയുക, അതേപോലെ എക്യുപ്മെൻറ്റ്സ് ആവശ്യമില്ലാതെ വരുത്തിച്ചു വെക്കുക. ഇതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം 2016 മുതൽ 2026 വരെ ഏറ്റവും ചുരുങ്ങിയത് 2-3 ലക്ഷം കോടി രൂപയുടെ മരുന്നുകൾ വാങ്ങി ഉണ്ടാവും. അതേപോലെ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കണം. അതിലൊരു 25% കൂട്ടിയത്രയും 10-75,000 കോടി രൂപയായി. കരിമണൽ കർത്തയുമായ ഇടപാട് ചെറിയ ഇതൊന്നുമല്ല. ഇതേപോലെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൊട്ടേഷൻ ടീം ഉണ്ടായിരുന്നു പിണറായി വിജയന്. ആ കൊട്ടേഷൻ ടീം വഴി അതാത് പ്രദേശത്ത് മണ്ണ് നികത്തൽ, പാറമട പൊട്ടിക്കൽ, അതേപോലെ പോലീസ് സ്റ്റേഷനിലെ കേസ് സെറ്റിൽ ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നടത്തിയിരുന്നത്. അതിലൂടെയെല്ലാം കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതേപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും, കിഫ്ബി വഴിയുള്ള ബിൽഡിംഗ് പണിയൽ, കിഫ്ബി വഴിയുള്ള എല്ലാ ഇടപാടുകളിലും കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷനാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വഴിയൊക്കെ തന്നെ കിട്ടിയ കമ്മീഷനും അതേപോലെ തട്ടിപ്പിലൂടെ നടത്തിയ അഴിമതിയിലൂടെ കാര്യങ്ങളുമാണ് അദ്ദേഹം പൈസ ഉണ്ടാക്കിയത്. എന്തിന്? ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇൻ്റർനാഷണലായിട്ട് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ വീരനാണ് പിണറായി വിജയൻ. സ്വപ്ന സുരേഷിനെ മുന്നിൽ നിർത്തി, ശിവശങ്കറിനെ മുന്നിൽ നിർത്തി. പിന്നിൽ ആരായിരുന്നു യഥാർത്ഥ വില്ലൻ? പിണറായി വിജയനായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു നമുക്കറിയാം ഡോളർ കടത്ത്. ഇവിടുന്ന് ഡോളർ കടത്തുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ട്രിപ്പിന് 100 കോടി ഡോളറൊക്കെയാണ് കടത്തിയത്. അവിടെ 10,000 കോടി രൂപയുടെ ആണ് അങ്ങോട്ട് കടത്തുന്നത്. ഇത് കൃത്യമായി തെളിവുണ്ടെന്ന് സ്വപ്ന സുരേഷ് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 33 തവണ സ്വർണം കടത്തിയത് എന്ന് പറഞ്ഞിട്ട് അവർ മൊഴി കൊടുത്തിട്ടുണ്ട്, 164 സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ ഇതും ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഈ വിധത്തിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ കേരളത്തിൽ നിന്ന് പണമുണ്ടാക്കി വിദേശത്ത് എത്തിച്ചിട്ടുള്ളത്. ഇതിന് ആരെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? സാക്ഷാൽ നമ്മുടെ മക്കളെ തന്നെയാണ് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വന്തം മകളെയും സ്വന്തം മകനെയും ക്രിമിനൽസാക്കി മാറ്റി
ഈ കിട്ടിയ പൈസയെല്ലാം സുരക്ഷിതമാക്കി അവരെ വിദേശത്തെത്തിച്ച് അത് സൂക്ഷിക്കാനുള്ള ആ ഉത്തരവാദിത്തം അവർക്ക് കൊടുത്തു. നമുക്കറിയാം, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങിയത് 1996-97 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് സിംഗപ്പൂരിൽ മകനെയായിരുന്നു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവിടെ എത്തിച്ച് 3 കൊല്ലക്കാലം അവിടെയാണ് താമസിച്ചിരുന്നത് മകൻ. അപ്പോൾ ഈ തട്ടിപ്പുകൾ നടത്തിയ ശേഷം ഇതിൽ കൂടി കിട്ടുന്ന പണം വിദേശത്ത് എത്തിച്ച് അവിടെ മകനെയും മകളെയും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഓപ്പറേഷൻസാണ് നടത്താറുള്ളത്. അല്ലാതെ വേറെ വഴിക്കല്ല. എന്തിന്? പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനമായ AKG സെൻറ്ററിൻ്റെ പേരിലല്ലേ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ്? അതെന്തിനാണ്? ഏതെങ്കിലും പോലീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ കേസെടുത്താൽ AKG സെൻറ്റർ എന്ന് പറഞ്ഞാൽ പേടിച്ചു പോകും എന്നുള്ള പേടിയിലാണ്, ധാരണയിലാണ്. ആ ധാരണ എല്ലാം പരിപൂർണമായും സത്യമായിരുന്നു എന്ന് പിന്നീടുള്ള കാര്യങ്ങൾ തെളിച്ചു. അതൊക്കെ ചെയ്തത് ക്രിമിനൽ ബുദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ ക്രിമിനലുകളിൽ 1ാം സ്ഥാനത്ത് പിണറായി വിജയന് മാർക്ക് കൊടുക്കാം നമുക്ക്. അദ്ദേഹം വാ തുറന്നാൽ കള്ളം മാത്രമേ പറയാറുള്ളൂ. കള്ളമല്ലാത്ത എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു ജനകീയ നേതാവായ, ഒരു തൊഴിലാളി നേതാവായ, കർഷകരുടെയും പാവപ്പെട്ടവരുടെയും പീഡിപ്പിക്കപ്പെട്ടവരുടെയും നേതാവായ അദ്ദേഹം നമ്മുടെ ആശാവർക്കന്മാരോട് ചെയ്ത് മാത്രം ചിന്തിച്ചാൽ മതി പിണറായി വിജയൻ എത്രമാത്രം ഹീനനായ, എത്ര ക്രിമിനലായ, എത്ര ക്രൂരനായ ഭരണാധികാരിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അധികം പോരാടിയിട്ടുള്ള ഒരു ആൾ പിണറായി വിജയനാണ്. ലാവ്ലിൻ കേസിൽ നടത്തിയിട്ടുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ 90ഓളം തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചു. എങ്ങനെയാണ് ആ കേസ് അട്ടിമറിച്ചത്? തിരുവനന്തപുരത്ത് അവിടുത്തെ സെഷൻസ് കോടതി, CBI കോടതിയിൽ ജഡ്ജായ R. രഘുവിന് 5 ലക്ഷം കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വക്കീലായ MK താമരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അത് അജയ്കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ പ്രസിഡന്റിന് കത്തയച്ചിട്ടുണ്ട്. എന്തിന് 25 കോടി രൂപയാണ് ഉബൈദ് എന്ന ജഡ്ജിന് കൊടുത്തു എന്ന് പറയുന്ന MK താമരൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ അജയ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഇന്ത്യൻ പ്രസിഡന്റ് പരാതിയായിട്ട് അയച്ചിട്ടുള്ളത്. 100 കോടി രൂപയാണ് രമണയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതെന്ന് എന്നോട് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതും പ്രസിഡന്റിന് കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ഇപ്പോൾ ജുഡീഷ്യറിയെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആളായിട്ട് പിണറായി വിജയൻ വളർന്നു. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി അവിടെ BJPയുടെ നേതാക്കന്മാരെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് ബഹുമിടുക്കമായിരുന്നു. നമുക്കറിയാം കെ സുരേന്ദ്രൻ, V. മുരളീധരനൊക്കെ പിണറായി വിജയൻ്റെ സിൽബന്ധികളായിരുന്നു. യൂസഫ് അലിയും ഇവരെല്ലാം കൂടി ചേർന്നിട്ട് പിണറായി വിജയൻ്റെ മകനെല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇല്ലീഗലായ ബിസിനസ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സെറ്റിൽമെൻ്റ് ഒക്കെ നടത്താറ്. അതിൻ്റെ കമ്മീഷൻ അവിടെ കിട്ടും ചെയ്യും. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു ബാന്ധവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിണറായി വിജയൻ എല്ലാ കേസിലും രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഒരു കേസിൽ പ്രതിയാവുക മാത്രമല്ല, ഒരു കുറ്റകൃത്യം ചെയ്യുക മാത്രമല്ല, അത് കേസാവാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും പിണറായി വിജയനുണ്ടായിരുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ക്രിമിനൽ ആരാണെന്ന് വെച്ചാൽ അത് സാക്ഷാൽ പിണങ്ങാണ്ടി ദൈവം, നമ്മളെ പിണറായി വിജയൻ തന്നെ.